ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിൽ ഇറാൻ ഒരു പടി പിന്നോട്ടു പോകാനുള്ള പ്രധാന കാരണം ഇസ്രയേലിൻ്റെ കൈവശമുള്ള ആയുധങ്ങൾക്ക് പകരം വയ്ക്കാൻ ഇറാൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പ്രധാനമായും വ്യോമസേനയുടെ കാര്യത്തിൽ ഇസ്രയേലിൻ്റെ യുദ്ധവിമാനങ്ങൾ ഇറാനുമേൽ തലങ്ങും വിലങ്ങും പാഞ്ഞപ്പോൾ അതിനെ ഒന്ന് തടുത്തു നിർത്താനോ എതിരാക്രമണത്തിന് ഒന്ന് പറന്നുയരാനോ പോലും ഇറാൻ്റെ വ്യോമസേനയ്ക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. ഇറാൻ്റെ വ്യോമസേന എന്ന് പറയുന്നത് ഒരു കാലഹരണപ്പെട്ട പ്രസ്ഥാനമാണ്. അതിന് കാരണവുമുണ്ട്. 1979 ഇസ്ലാമിക് റവല്യൂഷൻ അഥവാ ഇസ്ലാമിക വിപ്ലവത്തിന് മുൻപാണ് ഇറാൻ വ്യോമസേന യുദ്ധവിമാനങ്ങൾ വാങ്ങിയത്. അത് പ്രധാനമായും അമേരിക്കയുടെയും അതേപോലെ തന്നെ റഷ്യയുടെയും വിമാനങ്ങളാണ് ഇറാൻ വ്യോമസേനയുടെ കയ്യിലുണ്ടായിരുന്നത്. അതെല്ലാം തന്നെ കാലഹരണപ്പെട്ടതോ ഇനി ഒരിക്കൽ കൂടി അറ്റകുറ്റപ്പണി സാധ്യമല്ലാത്തതോ ആണ്. അത്രയ്ക്കും കാലപ്പഴക്കമുള്ള വിമാനങ്ങളാണ് ഇറാൻ്റെ കൈവശമുള്ളത്. അതുകൊണ്ട് തന്നെ ഇസ്രയേലിൻ്റെ വ്യോമസേന ഇറാനിൽ തലങ്ങും വിലങ്ങും പാഞ്ഞ ബോംബുകൾ വർഷിച്ചപ്പോൾ കാഴ്ചക്കാരായി നോക്കി നിൽക്കാൻ മാത്രമായിരുന്നു ഇറാൻ വ്യോമസേനയുടെ വിധി. അപ്പോൾ ഇതിന് പരിഹാരമെന്ന നിലയിൽ പുതിയ യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ഇറാൻ ഇപ്പോൾ തയ്യാറെടുക്കുകയാണ്. നേരത്തെ റഷ്യയിൽ നിന്നും സുഖോയ് വിമാനങ്ങൾ വാങ്ങാനായിരുന്നു ഇറാൻ്റെ പദ്ധതി. എന്നാൽ ഇപ്പോൾ അതുമായി മുൻപോട്ട് പോകാൻ ഇറാന് സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. റഷ്യയുടെ സുഖോയ് 33 വിഭാഗത്തിൽപ്പെട്ട സുഖോയ് 35 വിഭാഗത്തിൽപ്പെട്ട 50 വിമാനങ്ങൾ വാങ്ങാനായിരുന്നു ഇറാൻ പദ്ധതിയിട്ടിരുന്നത്. ഏതാണ്ട് 2023 ഇത് സംബന്ധിച്ച ഒരു കരാറും ഉണ്ടായിരുന്നു. റഷ്യയുടെ 50 സുഖോയ് 33 വിമാനങ്ങൾ വാങ്ങാനായിരുന്നു ഇറാൻ്റെ പദ്ധതി. 2023 ഇത് സംബന്ധിച്ച ഒരു കരാറുമുണ്ടായിരുന്നു. എന്നാൽ ഇതിൽപ്പെട്ട 4 വിമാനങ്ങൾ മാത്രമാണ് റഷ്യ ഇതുവരെ ഇറാന് നൽകിയിട്ടുള്ളത്. ഈ കരാറുമായി ഇനി മുൻപോട്ട് പോകാൻ സാധിക്കാത്ത തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. അതിന് ചില കാരണങ്ങളുമുണ്ട്. അതായത് ഉപരോധം അടക്കമുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് റഷ്യ ഇപ്പോൾ ആ വിമാനങ്ങൾ ഇപ്പോൾ നൽകുന്നില്ല എന്നാണ് തീരുമാനം. അതുമാത്രമല്ല, കുറച്ചുകൂടി പണച്ചിലവ് കുറവുള്ള, കുറച്ചുകൂടി വിലക്കുറവുള്ള ചൈനീസ് യുദ്ധവിമാനങ്ങളാണ് ഇറാൻ ഇപ്പോൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ഈ സുഖോയ് 35 എന്ന് പറയുന്ന വിമാനം എന്ന് പറയുന്നത് ഇരട്ട എഞ്ചിനുള്ള വിമാനമാണ്. എന്നാൽ ഇപ്പോൾ ചൈനയിൽ നിന്ന് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് J-10 എന്ന് പറയുന്ന, അതായത് ചെങ്ദു എന്ന് പറയുന്ന വിമാന കമ്പനി നിർമ്മിക്കുന്ന ചൈനീസ് വിമാനമായ J-10 എന്ന വിമാനമാണ് വാങ്ങുന്നത്. ഈ വിമാനം ഒരു ഒറ്റ എഞ്ചിൻ വിമാനമാണ്. അതുകൊണ്ട് തന്നെ വിലയിലും കാര്യമായ വ്യത്യാസമുണ്ട്. ഏതാണ്ട് 40 മുതൽ 60 മില്യൺ ഡോളറാണ് ഈ വിമാനത്തിന് വില കണക്കാക്കുന്നത്. എന്നാൽ ഈ വിമാനം ഒരു 4.5 ഒരു 4.5 4ാം തലമുറയും 5ാം തലമുറയ്ക്ക് ഇടയിൽപ്പെടുന്ന, അതായത് ഇന്ത്യയുടെ റഫേലിന് സമാനമായ ശ്രേണിയിൽപ്പെടുന്ന ഒരു വിമാനമാണ് ഈ J-10 എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഇതിൽ ചൈനയുടെ തന്നെ P-15 എന്ന് പറയുന്നത്, അതായത് P-15 എന്ന് പറയുന്ന ഒരു ക്രൂയിസ് മിസൈല് വിക്ഷേപിക്കാൻ ഈ വിമാനത്തിൽ നിന്ന് സാധിക്കും. പാകിസ്ഥാൻ അവകാശപ്പെട്ടിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഇന്ത്യയുടെ ഒരു റഫേൽ വിമാനം വെടിവെച്ചിട്ടെന്ന്. അങ്ങനെ ആ അവകാശവാദം ശരിയാണെങ്കിൽ ഈ J-10 ആണ് ആ ഒരു കൃത്യം നിർവഹിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മികവിൽ സംശയമില്ലാത്ത ഒരു വിമാനമാണ് ഈ J-10 എന്ന് പറയുന്നത്. ഈ വിമാനം വാങ്ങാനാണ് ഇപ്പോൾ ഇറാൻ പദ്ധതിയിടുന്നത്. ഏതാണ്ട് 2015 ഈ പറയുന്ന ചൈനീസ് വിമാനം വാങ്ങാൻ, J-10 എന്ന് പറയുന്ന ചൈനീസ് വിമാനം വാങ്ങാൻ ഇറാന് പദ്ധതി ഉണ്ടായിരുന്നു. ഏതാണ്ട് 150ഓളം വിമാനങ്ങളാണ് ഈ തരത്തിൽ പറഞ്ഞുറപ്പിച്ചു വച്ചിരുന്നത്. എന്നാൽ വിദേശ നാണയത്തിൽ പണം നൽകണം എന്നുള്ള ചൈനയുടെ നിലപാടാണ് ഈ ഘട്ടത്തിൽ തിരിച്ചടിയായത്. ഇതുകൊണ്ട് തന്നെ ഇറാന് ആ ഒരു സമയത്ത് ചൈനീസ് വിമാനങ്ങൾ വാങ്ങാൻ സാധിച്ചിരുന്നില്ല. പിന്നെ മറ്റൊരു കാരണമുള്ളത് UN-ൻ്റെ ആയുധ നിയന്ത്രണം, അതായത് ഇറാന് ആയുധങ്ങൾ നൽകാൻ മറ്റു രാജ്യങ്ങൾക്ക് നിയന്ത്രണമുണ്ടായിരുന്നു. ഇതും ഒരു പ്രതിബന്ധമായി മാറി ഇറാനെ സംബന്ധിച്ച്. ഇറാൻ ചൈനയ്ക്ക് വാഗ്ദാനം നൽകിയത്, അതായത് ചൈന വിദേശ നാണയത്തിൽ വിനിമയം നടത്തണമെന്ന് പറഞ്ഞപ്പോൾ ഇറാന് അങ്ങോട്ട് വാഗ്ദാനം ചെയ്യാൻ സാധിച്ചിരുന്നത് എണ്ണയും ഗ്യാസുമാണ്. അവരുടെ സ്വന്തം വിഭവങ്ങളായ എണ്ണയും പ്രകൃതിവാതകവുമാണ് അവർ വാഗ്ദാനം ചെയ്തത്. എന്നാൽ ആ ഒരു കരാറുമായി മുന്നോട്ട് പോകാൻ ചൈനയ്ക്ക് സാധിച്ചില്ല.
അവർ വിദേശ നാണയത്തിൽ തന്നെ ഇടപാട് നടത്തണമെന്ന നിലപാടായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ആ സമയത്ത് ചൈനീസ് വിമാനങ്ങൾ വാങ്ങാൻ സാധിക്കാതിരുന്നത്. ഇതിനുശേഷം ഈ പറയുന്നത് പോലെ റഷ്യൻ വിമാനങ്ങൾ വാങ്ങാനായിട്ടുള്ള ശ്രമങ്ങളും അതിൻ്റെ ചിലവ് ഒരു ഘടകമായതിനാൽ അതും ആ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. ഇപ്പോൾ ചൈനീസ് വിമാനങ്ങൾ വാങ്ങാനായിട്ടുള്ള നടപടികളുമായിട്ടാണ് ഇറാൻ മുൻപോട്ട് പോകുന്നത്. ഇത്തരത്തിൽ ചൈനീസ് വിമാനങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഇറാൻ വ്യോമസേനയ്ക്ക് അവരുടെ ഒരു പരിഷ്കരണത്തിനും തുടക്കമാകും. കാര്യം നേരത്തെ പറഞ്ഞതുപോലെ കാലഹരണപ്പെട്ട യുദ്ധവിമാനങ്ങളാണ് ഇറാൻ സേനയുടെ പക്കലുള്ളത്. എന്നാൽ ചൈനീസ് വിമാനങ്ങൾ കടന്നു വരുന്നതോടുകൂടി ആ ഒരു കുറവ് പരിഹരിക്കപ്പെടും. കുറച്ച് മുമ്പ് തന്നെ, അതായത് റഷ്യയുമായിട്ടുള്ള ഒരു കരാർ അത് നിലവിൽ വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇസ്രയേലുമായിട്ടുള്ള ഈ യുദ്ധത്തിൽ ഇറാൻ വ്യോമസേനയ്ക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചേനെ. കാരണം അവർ ഈ പറയുന്നത് പോലെ 50ഓളം സുഖോയ് വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും MI-28 ഹെലികോപ്റ്ററുകളും S-400 വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അടക്കമുള്ള ഒരു വലിയൊരു കരാറാണ് റഷ്യയുമായി 2023 തയ്യാറാക്കിയിരുന്നത്. ഈ 2023 ഈ കരാർ ഉണ്ടാകാൻ ഒരു കാരണവുമുണ്ട്. കാരണം ആ സമയത്താണ് ഹമാസ് ഇസ്രയേലിന് നേരെ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിയത്. അത്തരത്തിൽ വലിയൊരു രീതിയിലേക്ക് ഇസ്രയേൽ യുദ്ധത്തിലേക്ക് പോകും എന്നുള്ളൊരു പ്രതീതി ഉണ്ടായിരുന്ന സമയത്താണ് ഇറാൻ ഇത്തരത്തിൽ റഷ്യയുമായി ഒരു കരാർ ഉണ്ടാക്കിയത്. കാര്യം ഈ പറയുന്ന ഹമാസിന് ഇറാൻ പിന്തുണ ഉള്ളതുകൊണ്ട് ഇറാന് നേരെ ആക്രമണം ഉണ്ടാകും എന്നവർ കരുതിയിരുന്നു. ആ സമയത്താണ് റഷ്യയുമായി ഇത്തരത്തിൽ വലിയൊരു കരാറിലേക്ക് പോയത്. എന്നാൽ സാമ്പത്തിക പ്രതിബന്ധങ്ങളെ തുടർന്ന് അല്ലെങ്കിൽ അന്താരാഷ്ട്ര നിയന്ത്രണങ്ങളെയൊക്കെ തുടർന്ന് ആ കരാറുമായി മുന്നോട്ട് പോകാൻ ഇറാന് സാധിച്ചില്ല. അതുകൊണ്ടാണ് ആ സമയത്ത് ആ വിമാനങ്ങൾ അവർക്ക് സ്വന്തമാക്കാൻ സാധിക്കാതിരുന്നത്. അത് അവർക്ക് പിന്നീട് വലിയൊരു തിരിച്ചടിയായി. ഇപ്പോൾ അവർക്ക് വന്ന വീഴ്ച എന്താണെന്ന് മനസ്സിലാക്കുന്നു. അതായത് ഇസ്രയേലും ഇറാനുമായി താരതമ്യം ചെയ്യുമ്പോൾ സൈനിക ബലത്തിൽ ഒരുപടി മുന്നിൽ, അതായത് ആളെണ്ണത്തിൽ ഒരുപടി മുന്നിൽ ഇറാൻ തന്നെയാണ്. പക്ഷേ അവർക്കുള്ള കൈവശമുള്ള ആയുധങ്ങളുടെ കാര്യത്തിൽ ഇസ്രയേലുമായി കിടപിടിക്കാൻ ഇറാന് സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഘട്ടത്തിൽ ഇസ്രയേൽ വരുത്തിയ വലിയൊരു നഷ്ടത്തിൽ നിന്ന് അവർ പാഠം ഉൾക്കൊണ്ടു അവരുടെ വ്യോമസേനയെ നവീകരിക്കാൻ, അതായത് വ്യോമാക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ കൃത്യമായ പ്രതിരോധം തീർക്കുക, അല്ലെങ്കിൽ തിരിച്ച് അത്തരത്തിൽ തന്നെ ഒരു പ്രത്യാക്രമണം നടത്തണമെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്ന തന്ത്രപരമായൊരു നിലപാടിലേക്ക് ഇറാൻ പോയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ചൈനയിൽ നിന്ന് പുതിയ യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള നടപടി ആയിരിക്കുന്നത്. വലിയ താമസമില്ലാതെ എത്രയും വേഗം തന്നെ ഈ ചൈനീസ് വിമാനങ്ങൾ ഇറാന് കിട്ടും എന്നുള്ളതാണ് റിപ്പോർട്ട്.